തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലോ DGP ഓഫീസിന് മുന്നിലോ ഒരു സമരം നടക്കുമ്പോൾ അവിടെ പോലീസിന്റെ ലാത്തിയടിയേറ്റ് വീഴുന്ന ഓരോ പാവം കോൺഗ്രസുകാരനോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനോ മനസ്സിനുള്ളിൽ ഒരു ധൈര്യമുണ്ട്. തന്നെ എത്ര കള്ളക്കേസിൽ പെടുത്തി ജയിലിലാക്കിയാലും തന്നെ ഇറക്കാൻ ഒരാൾ വരും എന്ന ധൈര്യം. ആ ധൈര്യത്തിന്റെ പേരാണ് അഡ്വക്കേറ്റ് മൃദുൽ ജോൺ മാത്യു. ഇന്ന് തിരുവനന്തപുരത്തെ സാധാരണക്കാരായ കോൺഗ്രസ് പ്രവർത്തകർക്ക് ആഘോഷത്തിന്റെ ദിവസമാണ്. കാരണം തങ്ങളുടെ പ്രിയപ്പെട്ട മൃദുലേട്ടനെ പാർട്ടി തിരികെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഒരു കാര്യമുണ്ട്. പാർട്ടിക്കായി രാപ്പകൽ കഷ്ടപ്പെടുന്നവർ പലപ്പോഴും തഴയപ്പെടും. മൃദുലിന്റെ കാര്യത്തിലും സംഭവിച്ചത് അത് തന്നെയായിരുന്നു. കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്തെ കോടതികളിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വേണ്ടി ഒരു പ്രതിഫലവും വാങ്ങാതെ പൊരുതിയ വ്യക്തിയാണ് അദ്ദേഹം. പാതിരാത്രിയിൽ ഒരു പ്രവർത്തകൻ അറസ്റ്റിലായാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടുപടിക്കൽ പോലും ഓടിയെത്തുന്ന ആ നിയമ പോരാളിയെ യാതൊരു കാരണവുമില്ലാതെയാണ് ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിൽ നിന്നും മാറ്റി നിർത്തിയത്. ഒരു വിശദീകരണം പോലും ചോദിക്കാതെ നടത്തിയ ആ പുറത്താക്കലിന് പിന്നിൽ ചിലരുടെ കുടില ബുദ്ധിയായിരുന്നു എന്ന് അന്ന് തന്നെ പ്രവർത്തകർ തിരിച്ചറിഞ്ഞിരുന്നതാണ്. വരാനിരിക്കുന്ന ഭരണമാറ്റത്തിൽ കിട്ടാനിടയുള്ള പദവികൾ ലക്ഷ്യം വെച്ച് മൃദുലിനെ പോലുള്ള നിസ്വാർത്ഥരെ വെട്ടിനിരത്താൻ നോക്കിയവർക്ക് അണികൾ നൽകിയ മറുപടിയാണ് ഇപ്പോഴത്തെ ഈ തിരിച്ചുവരവ്. വൈഷ്ണ സുരേഷിനെ പോലുള്ള യുവ നേതാക്കൾ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിയ പ്രതിഷേധം നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിച്ചു. ഞങ്ങൾക്ക് ഒരു ആപത്ത് വരുമ്പോൾ കൂടെ നിൽക്കാൻ മൃദുലേട്ടനേ ഉള്ളൂ എന്ന അവരുടെ വാക്കുകൾ വെറും വികാരമല്ലായിരുന്നു, അത് നൂറുകണക്കിന് പ്രവർത്തകരുടെ ഉള്ളിലിരിപ്പായിരുന്നു. കോടതിയിൽ കേസ് വാദിക്കുക എന്നത് മൃദുലിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു ജോലി മാത്രമല്ല. ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്ന കുട്ടികളെ ചേർത്തു പിടിച്ച് അവർക്ക് ആഹാരവും ചായയും വാങ്ങി നൽകുന്ന ഒരു വലിയ ഏട്ടനായിരുന്നു അദ്ദേഹം. പണമില്ലാത്തതിന്റെ പേരിൽ ഒരു പ്രവർത്തകനും നീതി കിട്ടാതെ പോകരുത് എന്ന നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കരുതലാണ് ഇന്ന് അദ്ദേഹത്തെ പാർട്ടിക്കുള്ളിലെ ജനകീയനാക്കുന്നത്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദത്തിനൊടുവിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ നേരിട്ട് ഇടപെട്ടു. മൃദുലിനെ അടിയന്തരമായി തിരഞ്ഞെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി കഴിഞ്ഞു. അത് വെറുമൊരു നിയമനം മാത്രമല്ല, ഗ്രൂപ്പ് കളികൾക്കും വെട്ടിനിരത്തലുകൾക്കും ഇടയിൽ സാധാരണ പ്രവർത്തകരുടെ ശബ്ദം ജയിക്കുന്നു എന്നതിന്റെ തെളിവാണ്. സാധാരണക്കാരെ ചേർത്തു പിടിക്കാതെ ഒരു പ്രസ്ഥാനത്തിനും മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന നേതൃത്വം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി സമരഭൂമിയിൽ ആവേശം കൂടും. കാരണം തങ്ങളെ കാക്കാൻ കോടതിയിൽ ആ സിംഹം വീണ്ടും മടങ്ങിയെത്തിയിരിക്കുന്നു. ഗ്രൂപ്പ് വൈരാഗ്യത്തിന്റെ പേരിൽ ഇനി ആർക്കും മൃദുലിനെ മാറ്റി നിർത്താൻ കഴിയില്ല. സാധാരണക്കാരന്റെ വികാരത്തിന് പാർട്ടിയിൽ വിലയുണ്ട് എന്ന ബോധ്യം അണികൾക്ക് തിരികെ ലഭിച്ചിരിക്കുകയുമാണ്.